നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളിലെ മാറ്റങ്ങളെ മനുഷ്യ ജീവിതത്തിലെ അനുകൂലമായ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഗ്രഹങ്ങളുടെ രാജകുമാരനായിട്ട് അറിയപ്പെടുന്ന ബുധൻ പുതുവർഷത്തിലെ 2 തവണയാണ് രാശി മാറുന്നത്. അപ്പൊ ഈ സംക്രമണത്തിന്റെ ഫലമായിട്ട് ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പലവിധ മാറ്റങ്ങൾ തന്നെ അനുഭവപ്പെടും. സാധാരണയായിട്ട് ഒരു രാശിയിൽ ബുധൻ ഏകദേശം 14 മുതൽ 30 ദിവസം വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചില മാസങ്ങളിൽ ബുധന്റെ രാശി മാറ്റം 2 തവണ നടക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ജ്യോതിഷപരമായിട്ട് പുതുവർഷത്തിലെ ബുധന് 2 തവണ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഏപ്രിൽ 11 ബുധൻ മീനം രാശിയിലേക്കും അതുപോലെ തന്നെ ഏപ്രിൽ 30 മേടം രാശിയിലേക്കുമാണ് സംക്രമണം നടത്തുന്നത്. അപ്പോൾ ഈ ഗ്രഹപരിവർത്തനം 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഗ്രഹമൊക്കെ ലഭിക്കാൻ പോകുന്ന രാശികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കൂടി വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ഇടവം രാശി, ചിങ്ങം രാശി, തുലാം രാശി, മകരം രാശി ഇവയാണ് ഭാഗ്യരാശികൾ. അപ്പൊ നമുക്ക് ആദ്യം ഇടവൻ രാശിയിലേക്ക് കടക്കാം. ഇപ്പൊ ഇടവ രാശിക്കാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബുധന്റെ സംക്രമണം നിരവധി അനുകൂല അനുഭവങ്ങളാണ് ഇവർക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിലൊക്കെ ശ്രദ്ധേയമായ പുരോഗതിയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റവും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. വിദേശ യാത്രകൾക്കൊക്കെ അനുകൂല അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കും. ഇതോടൊപ്പം നിങ്ങൾക്ക് എന്താ പറയാ, സാമ്പത്തിക സുരക്ഷിതത്വം ഏറ്റവും ശക്തമായിട്ട് മാറുന്ന ഒരു സമയമായിട്ടാണ് മാറുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ അനുകൂലമായ ഒരു ഘട്ടം തന്നെയായിരിക്കും. പഠനത്തിലെ ഉയർച്ച, മത്സര പരീക്ഷകളിൽ വിജയം, അതുപോലെ തന്നെ സാമ്പത്തിക നിലയിലൊക്കെ ഉയർച്ച, മൊത്തത്തിൽ എന്താ പറയാ, നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അടുത്തത് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബുധന്റെ സംക്രമണം ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമായിട്ടാണ് മാറുന്നത്. ബുദ്ധിശക്തിയൊക്കെ ഇരട്ടിയായിട്ട് ഉയരുകയും ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് മുന്നേറ്റവും അതുപോലെ തന്നെ സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ഏൽപ്പിക്കപ്പെടുന്ന ഓരോ ഉത്തരവാദിത്വം. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ബുധന്റെ സംക്രമണം തൊഴിൽ മേഖലയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ എല്ലാം തന്നെ നിങ്ങളുടെ എന്താ പറയുക, വിജയത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് മാറുക. ജീവിതത്തിൽ ശക്തമായ വഴിത്തിരിവുകളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും. ജോലിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇതിലൂടെ ഏത് തരത്തിലുള്ള വെല്ലുവിളികളെ നിങ്ങൾക്ക് നേരിടാനുള്ള ഒരു ധൈര്യവും ശക്തിയും ഒക്കെ ലഭിക്കും. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പല എന്താ പറയാ, പല പല അവസരങ്ങൾ അത് വിജയത്തിന് അനുകൂലമായിട്ട് മാറുകയും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റും. അവസാനമായിട്ട് മകരം രാശിയാണ്. ഈ മകരം രാശിക്കാർക്കുണ്ടല്ലോ ബുധന്റെ സംക്രമണം ഏറെ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. കടബാധ്യതകളൊക്കെ തീർക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഈ കാലഘട്ടം നിങ്ങളെ സഹായിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കുകയും അതുവഴി ആകെ മൊത്തത്തിൽ ഒരു സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. നിക്ഷേപങ്ങൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വിവിധ മാർഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധനലാഭം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക നിലയൊക്കെ ഉയരുകയും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പുതിയ പദ്ധതികളൊക്കെ അംഗീകരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയും വിദേശ യാത്രകൾക്കൊക്കെ ഏറെ അനുകൂലമായ ഒരു സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.